നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദ വാർത്തയാണ് വിജയ് അവസാനമായി അഭിനയിക്കുന്ന ജനനായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്. സിനിമ 2026 ജനുവരി 9 റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെൻസർ ബോർഡ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നത് തടഞ്ഞു. തുടർന്ന് നിർമ്മാതാക്കൾ കോടതിയെ സമീപിക്കുകയും സിനിമയ്ക്ക് അനുകൂലമായി ഇന്നലെ ഒരു വിധി വരികയും ചെയ്തിരുന്നു. സിനിമ US സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് റിലീസ് ചെയ്യാമെന്നായിരുന്നു കോടതി വിധി വന്നിരുന്നത്. എന്നാൽ വിധി വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സെൻസർ ബോർഡ് വീണ്ടും ഒരു അപ്പീൽ കൊടുക്കുകയും സിനിമയുടെ റിലീസ് തടയുകയുമായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട തർക്കം ജനുവരി 21 തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഈ ഒരു മാസം റിലീസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടും. അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഇതുവരെ വന്ന വാർത്ത അനുസരിച്ച് മുഖ്യമന്ത്രി സ്റ്റാലിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെയാണ് ഈ ഒരു വിജയ് ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞു വെച്ചത് എന്നാണ് ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾക്ക് മറ്റൊരു വസ്തുത കൂടി ഒന്ന് പരിശോധിക്കേണ്ടതില്ലേ? കാരണം ഈ ഒരു റിലീസ് വൈകുന്നതോടുകൂടി നഷ്ടങ്ങൾ സംഭവിക്കുമെന്നൊക്കെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ സിനിമയുടെ റിലീസ് തടഞ്ഞു വെക്കുകയും ഈ സിനിമ റിലീസ് ചെയ്യാൻ വൈകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു നല്ലൊരു അഭിപ്രായം നേടിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. സിനിമ കൂടുതൽ ആളുകളിലേക്ക് ഒരു പരസ്യം പോലെ എത്തുകയും കൂടുതൽ ആളുകൾ സിനിമ ചർച്ച ചെയ്യുകയും സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ട് സിനിമ തടയാൻ ശ്രമിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊരു തരത്തിലുള്ള അനുകമ്പ പിടിച്ചു പറ്റിയിട്ട് സിനിമ വിജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നത് തൊട്ട് സിനിമ തെലുങ്കിൽ പുറത്തിറങ്ങിയ ബാലയ്യയുടെ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിന്റെ ഒരു റീമേക്ക് ആണെന്ന് നമ്മൾക്ക് അറിയാമായിരുന്നു. പിന്നീട് വന്ന ട്രെയിലറും ഗാനങ്ങളും ഒക്കെ തന്നെ ഇത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന് 100% ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഈ ഒരു ചിത്രത്തിൽ വിജയുടെ രാഷ്ട്രീയം കൂടെ കൂട്ടിച്ചേർത്ത് ഭഗവന്ത് കേസരിയെ ജനനായകനാക്കി എന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലുതായിട്ട് വിജയിക്കാനൊന്നും സാധ്യതയില്ല എന്നാണ് വെള്ളിനക്ഷത്രത്തിന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് കൂടുതൽ ബൂസ്റ്റ് കൊടുത്ത് ഈ ഒരു സിനിമയെ കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അണിയറ പ്രവർത്തകരുടെ ഒരു കരുനീക്കലാണെങ്കിലോ ഈ ഒരു സെൻസർ ബോർഡ് ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ജനുവരി 9 5000 തിയേറ്ററുകളിലോളം 5000 സ്ക്രീനിലോളം റിലീസ് ചെയ്യാനിരുന്ന ഈ ഒരു സിനിമ പെട്ടെന്ന് സെൻസർ ബോർഡ് റിലീസ് കുറെ കട്ടുകൾ പറഞ്ഞു. അതിനുശേഷം മതസ്പർദ്ധ വളർത്തുകയും സൈന്യത്തെ അവഹേളിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ പരാതി നൽകിയെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിത്രം റിലീസ് തടഞ്ഞിരിക്കുന്നതെന്നാണ് സെൻസർ ബോർഡ് നൽകിയ മറുപടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരികയും ഒരുപാട് വിമർശനങ്ങൾ വരികയും സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തുകയും ഇപ്പൊ അടുത്തായിട്ട് ഒരു കോൺഗ്രസ് MP മുത്തുമണി അങ്ങനെ എന്താണ് അവരുടെ പേര്, അവര് സിനിമയെ അനുകൂലിച്ച് വിജയിന്റെ പക്ഷം നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ സിനിമാ പ്രവർത്തകരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ കുറെ വിജയുടെ എതിരായിട്ട് നിൽക്കുന്ന കുറെ രാഷ്ട്രീയ പ്രവർത്തകർ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്ത് മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു ഇതൊരു എന്താ പറയുക ഒരു തരം പരസ്യമാണോ എന്നൊരു സംശയമാണ് നമുക്കിപ്പോൾ മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്നത്. കാരണം വിജയ് ചിത്രത്തെ റിലീസ് തടഞ്ഞുകൊണ്ട് വലിയൊരു പരസ്യമാക്കി മാറ്റിക്കൊണ്ട് വിജയും വിജയുടെ അണിയറ പ്രവർത്തകരും ചെയ്ത ഒരു തട്ടിക്കൂട്ട് വിദ്യയാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് ജനുവരി 21 സിനിമയുമായി ബന്ധപ്പെട്ട കോടതി വിധി എന്താണെന്ന് അറിയാൻ സാധിക്കും. സിനിമ എന്നാണ് ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്.